സാമ്പത്തിക ഇടപാടുകൾ സെറ്റിൽ ചെയ്യാൻ കൊട്ടേഷൻ, അതിൻ്റെ ഭാഗമായി തട്ടിക്കൊണ്ടുപോകൽ. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവുമൊക്കെ പതിവ് വാർത്തകളാണ്. മലപ്പുറം ചങ്ങരംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. എടപ്പാളിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾ ഒടുവിൽ പിടിയിലായി. പ്രതികളെ വാഹനത്തിൽ പിന്തുടർന്ന് സാഹസികമായാണ് പോലീസ് പൊക്കിയത്. കേസിൽ ഒരാൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. ചങ്ങരംകുളം സ്വദേശിയായ യുവാവിനെ എടപ്പാളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച കേസിലെ പ്രതികളെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. പ്രതികളായ കാഞ്ഞിയൂർ സ്വദേശി മുഹമ്മദ് നിഹാൽ, ആലങ്കോട് സ്വദേശി കബീർ എന്നിവർ ചങ്ങരംകുളം മാർസ് തിയേറ്ററിന് സമീപം വെച്ച് പോലീസിനെ കണ്ട് അതിവേഗം കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് അവരെ വാഹനത്തിൽ പിന്തുടർന്നു. ഇതിനിടെ മറ്റൊരു റോഡിലേക്ക് കയറി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് കൗങ്ങിൻ തോട്ടത്തിലെ കരിങ്കൽ കൂട്ടത്തിന് മുന്നിൽ അവസാനിച്ചത്. തോട്ടത്തിലെ കരിങ്കൽ കൂട്ടത്തിൽ ഇടിച്ചു കയറിയ കാർ നിന്നതോടെ പുറകെ എത്തിയ പോലീസ് രണ്ടുപേരെയും പിടികൂടുകയായിരുന്നു. അറസ്റ്റിലായ കബീർ സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൂന്നുപേരടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ മാസം എടപ്പാളിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ക്രൂരമായ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പാലക്കാട് വട്ടക്കുന്നത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സംഭവത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചങ്ങരംകുളം SI വിനു, സീനിയർ CPOമാരായ സുരേഷ്, ഉദയകുമാർ, നിതീഷ് വിശ്വനാഥ്, മണിരാജ്, CPOമാരായ റിനീഷ്, നിതിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതികളെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ.